Hi, my dear children. How are you? Last class we discussed a poem. Is it a poem written by Shivaraj Bharadiya? Pyari 26 January I. In this lesson, the poet introduced about our nation or our country, and the poet describes the splendid beauty and energy in our country on these occasions. On Republic Day, the splendid beauty and energy in our country on these occasions. And today we learned that poem and we discussed the exercise, everything. And today we are going to study the next lesson number 11, सबसे श्रेष्ठ कौन. सबसे श्रेष्ठ कौन. In this lesson discuss about the श्रेष्ठता की पहचान और एकता का महत्व. ഒറ്റക്കെട്ടായി നിൽക്കുന്നതിനുള്ള മഹത്വത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് എന്തും ചെയ്യാം. ഒറ്റക്കാണെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. സബ്സേ ശ്രേഷ്ഠ കോൻ, ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന്. സബ്സേ ശ്രേഷ്ഠ കോൻ. So listen, all of you look at the next book. एक दिन टीचर ने हाथ की उंगलियों पर चेहरे बनाकर कक्षा में कहानी सुनाई. एक दिन टीचर ने हाथ की उंगलियां मीन्स കൈ വിരലുകളിൽ ചെഹരെ ബനാക്കർ മീൻസ് എന്താണ്? ചെഹറ ഫേസ്. കൈ വിരലുകളിൽ മുഖം വരച്ചിട്ട് കക്ഷാമേ കഹാനി സുനായി, ക്ലാസ്സിലൊരു കഥ പറഞ്ഞു. കക്ഷാമേ കഹാനി സുനായി. एक बार हाथ की उंगलियों में कुछ ऐसी बात हुई कि उनमें एक बहस छिड़ गई, सबसे श्रेष्ठ कौन है. एक बार हाथ की उंगलियों में കൈ വിരലുകൾക്കിടയിൽ കുച്ച് ഐസി ബാത് ഹുയി, കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. എന്ത് സംഭവങ്ങളാണ്? ക്യുൻമേം ബഹസ് छिड़ गई, അവർക്കിടയിൽ ഒരു ചർച്ച ഉണ്ടായി. സബ്സേ ശ്രേഷ്ഠ കോൻ, ഈ 5 വിരലുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്നുള്ളൊരു ചർച്ച, ഒരു വഴക്ക് അവർക്കിടയിൽ ഉണ്ടായി. അപ്പം ദെൻ ഫസ്റ്റ്, അപ്പൊ ടീച്ചർ പറയുന്ന കഥയാണ്. ടീച്ചർ പറയുക കഥയായിട്ട്. ഒരിക്കൽ കൈവിരലുകൾക്കിടയിൽ തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ, മിടുക്കൻ, സാമർഥ്യമുള്ള ഒരാള് എന്ന് ഉള്ള ഒരു ചർച്ച അല്ലെങ്കിൽ വഴക്ക് അവർക്കിടയിൽ ഉണ്ടായി. ഫസ്റ്റ് മധ്യമ ബോലി. മധ്യമ ആരാ? ഈ 5 ഫിംഗേഴ്സില് മിഡിലുള്ള ആരാണ്? മിഡിൽ ഫിംഗർ അല്ലേ? മിഡിൽ ഫിംഗർ എന്താ പറയുന്നത്? മധ്യമ. സേ ലൗഡ്ലി, മധ്യമ. മിഡിൽ ഫിംഗർ, മധ്യമ മീൻസ് മിഡിൽ ഫിംഗർ. മധ്യമ ബോലി, മിഡിൽ ഫിംഗർ ബോലി. മേ സബ്സെ ബഡി, ഞാനാണ് ഈ 5 ഫിംഗേഴ്സിൽ ഏറ്റവും ബഡി, ഏറ്റവും വലുത്. സബ്സെ ലംബി ഹും, ഏറ്റവും നീളമുള്ളതും ഞാനാകുന്നു. സബ്സെ മുഖ്യ ഹും, ഏറ്റവും മുഖ്യമായതും ഞാനാകുന്നു. മധ്യമ മിഡിൽ ഫിംഗർ. മധ്യമ എന്താ പറഞ്ഞേ? മേ സബ്സെ ബഡി സബ്സെ ലംബി ഹും, ഞാൻ ഏറ്റവും വലുതും ഏറ്റവും നീളമുള്ളതും. നിങ്ങൾ നോക്കിയേ, 5 ഫിംഗേഴ്സ് ഏറ്റവും നീളമുള്ള ഏതാണ്? നിങ്ങളുടെ വിരലിൽ തന്നെ നോക്കിയേ, ഈ 5 ഫിംഗേഴ്സ് ഏറ്റവും നീളമുള്ള ഏതാണ്? ഈ മധ്യമ, മിഡിൽ ഫിംഗർ അല്ലേ? മധ്യമ ബോലി മേ സബ്സെ ബഡി और सबसे लंबी हूं और मैं सबसे मुख्य हूं. അതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടത്.
तब अनामिका ने कहा. ഇത് കേട്ടപ്പോ അനാമിക ने कहा. അനാമിക ആരാണ്? അനാമിക മീൻസ് റിംഗ് ഫിംഗർ, മോതിരവിരൽ. അനാമിക റിംഗ് ഫിംഗർ. ഇത് കേട്ടപ്പോ റിംഗ് ഫിംഗറിന് ദേഷ്യം വന്നു. അനാമിക ने कहा. അനാമിക റിംഗ് ഫിംഗർ. अनामिका ने कहा, सब लोग अंगूठी से मुझे सजाते हैं. सब लोग मीन्स എല്ലാവരും. अंगूठी what is अंगूठी? अंगूठी means ring. अंगूठी means ring. എല്ലാവരും सब लोग എല്ലാവരും अंगूठी से മോതിരം കൊണ്ട് മുझे എന്നെ സജാത്തെ ഹേ അലങ്കരിക്കുന്നു. और मुझे रिंग फिंगर कहकर गौरव देते हैं. रिंग फिंगर what is ring finger? എന്നെ മോതിരവിരൽ എന്ന് പറഞ്ഞെന്നെ ഗൗരവ അഹങ്കരിക്കുന്നു. मैं सबसे अच्छी हूँ. ഞാനാണ് ഏറ്റവും നല്ലത്. അപ്പൊ മധ്യമ പറഞ്ഞു, മിഡിൽ ഫിംഗർ പറഞ്ഞു ഞാനാണ് ഏറ്റവും നീളം കൂടിയത്, ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് ഏറ്റവും മുഖ്യം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അനാമികക്ക് സഹിച്ചില്ല. അനാമിക റിംഗ് ഫിംഗർ പറഞ്ഞു, എല്ലാവരും എൻ്റെ കൈകളിലാണ് മോതിരം അണിയിക്കുന്നത്. എല്ലാവരും എന്നെ മോതിരവിരൽ എന്ന് പറഞ്ഞ് എൻ്റെ വിരലിനെ മോതിരവിരൽ എന്ന് പറഞ്ഞ് എന്നെ എന്താണ് എന്നെ ആദരിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നു. മേ സബ്സെ അച്ചി ഹും. ഞാനാണ് ഏറ്റവും നല്ലത്. തർജീനി ഗുസ്സേ സെ ബോലി. ഇത് കേട്ടപ്പോ തർജിനി ഇൻഡെക്സ് ഫിംഗർ ചൂണ്ടുവിരൽ. തർജിനി ഇൻഡെക്സ് ഫിംഗർ. തർജിനി गुस्से से बोला. ഇൻഡെക്സ് ഫിംഗർ गुस्से से बोल ദേഷ്യപ്പെട്ട് പറഞ്ഞു. बोली आप मेरी योग्यता देखो. आप मेरी താങ്കളല്ല मेरी योग्यता എൻ്റെ ഗുണങ്ങൾ നോക്കൂ. श्रीकृष्ण ने तर्जनी पर सुदर्शन चक्र धारण किया. ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ വിരലിലാണ്, ഇൻഡെക്സ് ഫിംഗറിലാണ് എന്ത് സുദർശൻ ചക്രം ധാരൺ കിയ. സുദർശന ചക്രം ധരിച്ചിട്ടുള്ളത്. സങ്കേത് രാസ്ത മേഹി ദിഖാത്തി ഹും. സംശയം കൂടാതെ വഴി കാണിക്കുന്ന ആരാണ്? ഞാനാണ്. അങ്ങോട്ട് പോണം ഇങ്ങോട്ട് പോണം എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഈ വിരൽ വെച്ചാ പറയുന്നത് അല്ലേ? ഇത് അവിടെയാണ് അല്ലെ, ആ വഴിക്ക് പോകാന്നൊക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഈ ഇൻഡെക്സ് ഫിംഗർ വെച്ചാണ് പറയുന്നത്. और डराने और धमकाने का काम भी मैं ही करती हूँ. ഡറാന പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്ന്. മിണ്ടിപ്പോകരുത് എന്നൊക്കെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ചൂണ്ടുകൾ വെച്ചല്ലേ പറയുന്നത് നമ്മള് അല്ലേ? നമ്മുടെ ഈ ഇൻഡെക്സ് ഫിംഗർ വെച്ചാൽ പറയുന്നത് അല്ലെ? ഇങ്ങനെ പറയുമോ? മിണ്ടിപ്പോകരുതെന്ന് പറയുമോ? ഇല്ല, മിണ്ടിപ്പോകരുത് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മള്? നമ്മളുടെ ഇൻഡെക്സ് ഫിംഗർ വെച്ചാണ്. അപ്പൊ നോക്കിയേ, ഇൻഡെക്സ് ഫിംഗർ പറയുവാണ്, നിങ്ങൾ എന്റെ കഴിവുകൾ നോക്കിക്കേ, എന്തെല്ലാം കഴിവ് എനിക്കുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്റെ വിരലുകളിലാണ്, എന്നിലാണ് എന്ത് സുദർശന ചക്രൻ ഇട്ടിരുന്നത്. അതുകൂടാതെ ഞാനാണ് എല്ലാവരെയും വഴി കാണിക്കുന്നത്, എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും എല്ലാവരും എന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ മേഹി സബ്സെ ശ്രേഷ്ഠവും. ഞാൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠൻ. Then अंगूठा राग दिखाकर बोला. अंगूठा ആരാണ്? अंगूठा means തമ്പ്, തള്ളവിരൽ അല്ലെ? ഇതാണ് തമ്പ്. ഖമോഷ്. വളരെ കഷ്ടം. മേരെ ബിനാ തോ ഹാത്ത് കി ശോഭാ ഹി നഹി. എന്നെ കൂടാതെ കൈകൾക്ക് ഭംഗിയേ ഇല്ല. മേരി ഛാപ് തോ ഹസ്താക്ഷർ കാ കാം ദേത്തി ഹേ. മേരി ഛാപ്
എന്റെ വിരലടയാളം, ഛാപ് വിരലടയാളം. മേരി ഛാപ് തോ എന്റെ വിരലടയാളം ഹസ്താക്ഷർ കാ കാം ദേത്തി ഹേ, ഒപ്പിന്റെ ഉപയോഗം നൽകുന്നു. മേ സബ്സെ മോട്ട, ഞാനാണ് നിങ്ങളിൽ ഏറ്റവും തടിയൻ. നോക്കിക്കേ, തടിയൻ ഞാനാണ്. ഓ സബ്സെ ശ്രേഷ്ഠവും, ഞാനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. ഇപ്പൊ നോക്കിയേ, ഓരോ വിരലുകൾക്ക് ഓരോ ഉപയോഗം അല്ലേ. കനിഷ്ഠാനെ പ്രാർത്ഥനാക്കി. ഇതെല്ലാം കേട്ടപ്പം കനിഷ്ഠാനെ, കനിഷ്ഠ ആരാ? കനിഷ്ഠ ആ ലിറ്റിൽ ഫിംഗർ, നമ്മുടെ കുഞ്ഞു വിരല്, ചെറുവിരല് കനിഷ്ഠ. കനിഷ്ഠ ആരാണ്? ലിറ്റിൽ ഫിംഗർ. അപ്പൊ അങ്കൂട്ട മീൻസ് തമ്പ്, അങ്കൂട്ട. കനിഷ്ഠ, കനിഷ്ഠ മീൻസ് ലിറ്റിൽ ഫിംഗർ, ലിറ്റിൽ ഫിംഗർ. ലിറ്റിൽ കനിഷ്ഠ, ലിറ്റിൽ ഫിംഗർ. കനിഷ്ഠാനെ പ്രാർത്ഥനാക്കി. കനിഷ്ഠ പ്രാർത്ഥിച്ചെന്നല്ല, അപേക്ഷിച്ചു. झगड़ो मत, झगड़ना मीन्स टू फाइट. झगड़ो मत, വഴക്കുണ്ടാക്കരുത്. മേരി ബി സുൻലോ, നിങ്ങൾ എൻ്റെ വാക്കും കേൾക്ക്. നിങ്ങൾ ബാക്കി 4 പേരും എല്ലാവരുടെ മഹത്വങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് കൂടെ കേൾക്ക്. एक सुनते ही तीनों उंगलियां और अंगूठे एक साथ बोले. ये सुनते ही, ഇത് കേട്ട ഉടനെ, तीनों उंगलियां 3 വേലുകളും, അതായത് അങ്കുട്ടി, തർജിനി और മധ്യമ. അങ്കുട്ടി, മധ്യമ, തർജിനി, ഈ 3 വേലുകളും और അങ്കുട്ട, അങ്കുട്ടായും തള്ളവിരലും അല്ലെ. അനാമിക, മധ്യമ और തർജിനി और അങ്കുട്ട, ഈ 4 വിരലുകൾ കൂടി ഏക് സാത്ത് പോലെ ഒന്നിച്ചു പറഞ്ഞു. ജാओ, അപ്പോ കോണെ വിടുന്ന്. സബ്സെ ദുബലി, നീ ഏറ്റവും ക്ഷീണിച്ചതാണ്, നീ ഏറ്റവും മെലിഞ്ഞതാണ്. और പത്തലി അല്ലെ. നോക്കിയേ, ഞങ്ങൾ 4 പേരിൽ, ഞങ്ങൾ 5 പേരിൽ വെച്ച് ഏറ്റവും ദുബലി ക്ഷീണിച്ചതും പത്തലി മെലിഞ്ഞതും और एकदम ചോട്ടി ഏറ്റവും ചെറുത് നീയാണ്. ചുപ്, മിണ്ടിപ്പോകരുത്. നീ നിന്റെ ഗുണങ്ങളൊന്നും ഇവിടെ മിണ്ടിപ്പോകരുത്. एकदम ചുപ്, തും തോ മുഹി മത് ഖോലോ, നീ വാ തുറന്നു പോയേക്കരുത്. 4 പറഞ്ഞു, ബാക്കി 4 ഫിംഗേഴ്സും പറഞ്ഞു അല്ലേ. പാവം കനിഷ്ഠ തന്റെ ഗുണങ്ങൾ പറയാൻ വേണ്ടി പോയപ്പോഴേക്കും ബാക്കി 4 ഫിംഗേഴ്സും കൂടെ അവളെ പേടിപ്പിച്ചു. എന്താ പറഞ്ഞത്? നിനക്കിവിടെ പറയാനുള്ള ഒരു വോയിസും ഇല്ല, നീയാണ് ഞങ്ങളില് ഏറ്റവും ചെറുതും ഏറ്റവും മെലിഞ്ഞതും ഏറ്റവും കുഞ്ഞതും, അതുകൊണ്ട് നീ മിണ്ടരുത്, നീ വാ തുറന്നു പോയേക്കരുന്ന് പറഞ്ഞു. തഭി, അപ്പോൾ അചാനക് സാമനെ സെ പത്തറായ. ഇങ്ങനെ പറഞ്ഞു. തഭി അചാനക് സാമനെ സെ പത്തറായ, അപ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് ഒരു കല്ല് വീണ്ടു വന്നു. और हाथ से टकरा गया, കൈകൊണ്ട് തടഞ്ഞു. സാരി കി സാരി ഉംഗലിയാ കരാ ഹുടി, എല്ലാ വേലകളും ഒന്നിച്ച് ശക്തി ഉപയോഗിച്ചു. ഹായ് ഹായ്, കിസ് ദുഷ്ടനെ പത്തർ മാരാ, ഏത് ദുഷ്ടനാണ് ഈ കല്ലെറിഞ്ഞത്? സബ്സെ ദർദ് ഖാ അനുഭവ് കിയ, എല്ലാവർക്കും എല്ലാ വേലകൾക്കും വേദനയെടുത്തു. തബ് ശർമാത്തെ ഹുയെ സബ് ബോലി, അപ്പോൾ നാണിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു, ഹേ കനിഷ്ഠ, ഹംസെ ലത്തി ഹോ ഗയി, ഹംസെ ഗൽത്തി ഹോ ഗയി, ഞങ്ങൾക്ക് ഗൽത്തി ഹോ ഗയി, തെറ്റുപറ്റി. ഹം സബ്കി ശോഭ മിൽക്കർ രഹനെ മേ ഹി ഹേ, നമ്മളുടെ എല്ലാവരുടെയും ശോഭ മീൻസ് ബ്യൂട്ടി, നമ്മളുടെ എല്ലാവരുടെയും ഭംഗി മിൽക്കർ രഹനെ മേ ഹി ഹേ, നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നതിലാണ്. ഏക് കാ ദർദ് ദൂസരെ കോ ഹോത്താ ഹേ, ഒരു വിരലുകൾക്ക് വേദന ഉണ്ടായാൽ അത് മറ്റേ വിരലിനും ഉണ്ടാകുന്നു. ആകെ സെ ഹം നഹി ഝഗഡേഗി, നമ്മൾ ഒരിക്കലും വഴക്കുണ്ടാക്കുകയില്ല. മിൽക്കർ ഹി രഹേഗി, ഒന്നിച്ചു തന്നെ നിൽക്കും. ജബ് ഏക് കെ ബിനാ ദൂസരി അധൂരി ഹേ തോ ഫിർ ശ്രേഷ്ഠ ഹോനെ കാ ഝഗഡാ ക്യൂ, എപ്പോൾ ഒരാളെ കൂടാതെ മറ്റൊരാൾ പൂർണ്ണമാകുന്നില്ലയോ, പിന്നെ അവർക്കിടയിൽ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? തബ്സെ സബ് മിൽ ജുൽക്കർ ഹി കാം കർത്തി ആ രഹി ഹേ, അന്ന് മുതൽ
അവരെല്ലാവരും എന്താണ് ഒന്നിച്ചാണ് അവരെന്ത് ചെയ്യുന്നത് അവരുടെ ജോലികൾ ചെയ്തു വരുന്നത്. മനസ്സിലായോ? The lesson is over. The next word meaning. ശ്രേഷ്ഠ superior, മധ്യമ middle finger, അനാമിക ring finger, അങ്കുട്ടി ring, ഗൗരവ് pride, തർജിനി index finger, ശോഭ beauty, ഹസ്താക്ഷർ signature, ദർദ് pain, അധൂരി incomplete. Next, answer the questions. प्रश्नों के उत्तर दे. प्रश्नों के उत्तर दे. प्रश्नों के उत्तर दे. किसने कहा मैं सबसे बड़ी सबसे लंबी हूं? किसने कहा ഞാൻ ഏറ്റവും നീളം കൂടിയതും ഏറ്റവും വലുതും ആരാണ് പറഞ്ഞത്? മധ്യമാനെ കഹാ. മധ്യമാനെ കഹാ मैं सबसे बड़ी और सबसे लंबी हूं. मैं सबसे बड़ी सबसे लंबी हूं. नेक्स्ट, अनामिका को क्या कहते हैं? अनामिका को अनामिका को रिंग फिंगर कहते हैं. अनामिका को रिंग फिंगर कहते हैं. अनामिका को रिंग फिंगर अनामिका को रिंग फिंगर कहते हैं. नेक्स्ट, अंगूठी की छाप किसका काम देती है? अंगूठी की छाप, अंगूठे की छाप, ഈ തമ്പ് ഈ തള്ളവിരലിന്റെ വിരലടയാളം എന്തിന്റെ ജോലിയാണ് ചെയ്യുന്നത്? അങ്കുട്ടയ്ക്ക് കാം अंगूठे की छाप, अंगूठे की छाप हस्ताक्षर का, हस्ताक्षर का, हस्ताक्षर का काम देती है, काम देती है. हस्ताक्षर का काम देती है. अंगूठे की छाप हस्ताक्षर का काम देती है. कौन संकेतन द्वारा रास्ता दिखाते हैं? कौन ആരാണ് സംശയം കൂടാതെ വഴി കാണിച്ചു തരുന്നത്? തർജിനി. തർജിനി संकेतन द्वारा रास्ता दिखाती है. तर्जिनी. तर्जिनी संकेतों द्वारा तर्जिनी संकेतों द्वारा रास्ता दिखाती है. रास्ता दिखाती है. तर्जिनी संकेतन द्वारा रास्ता दिखाती है.
नेक्स्ट, हाँ या नहीं में उत्तर दे, ट्रू और फॉल्स, हाँ या नहीं में उत्तर दे। अनामिका ने कहा मैं सबसे लंबी हूं, सबसे लंबी हूं अनामिക ആണോ പറഞ്ഞത്? നഹി, മധ്യമ ആണ് പറഞ്ഞത് അല്ലേ? कनिष्ठा सबसे दुबली पतली थी, हाँ। श्री कृष्ण ने मध्यमा पर सुदर्शन चक्र को धारण किया, ശ്രീകൃഷ്ണൻ മിഡിൽ ഫിംഗറിലാണ് സുദർശന ചക്രം ധരിച്ചിരുന്നത്, ആണോ? നഹി, പിന്നെ എവിടെയാണ്? ഇൻഡെക്സ് ഫിംഗറിലാണ്. अंगूठे की चाप हस्ताक्षर का काम देती है, अंगूठे की चाप തള്ളവിരൽ അടയാളം ഹസ്താക്ഷര का काम ഒപ്പിന്റെ ജോലി നൽകുന്നു, സിഗ്നേച്ചറിന്റെ ജോലി നൽകുന്നു. ഹാ നഹി, ഹാ നഹി, ഹാ നഹി, ഹാ നഹി, हाँ। नेक्स्ट, विलोम से जोड़े, विलोम से जोड़े। बेड़ी, बेड़ी छोटी, बेड़ी छोटी। पतली मोटी, पतली मोटी, പത്തലി മെലിഞ്ഞത്, മോട്ടി തടിച്ചത്. അച്ചി ബുരി, അച്ചി ബുരി. സുന്ദർ കുരൂപ്, കുരൂപ്. नेक्स्ट, चेंज द जेंडर, वजन बदले, चेंज द नंबर्स मीन्स राइट इन प्लूरल. वजन बदले, वजन बदले मीन्स चेंज द नंबर्स मीन्स राइट इन प्लूरल. उंगली उंगलियां, उंगली ഊങ്കലിയ വിരൽ വിരലുകൾ, ഊങ്കലിയ. നെക്സ്റ്റ്, അങ്കുട്ടി അങ്കുട്ടിയ, शिशिका शिशिकाए, योग्यता योग्यताए, नेक्स्ट, सही शब्द चुनकर वाक्य पूरे करे, ശരിയായ വേർഡ് തിരഞ്ഞെടുത്ത് സെന്റൻസ് പൂർത്തിയാക്കുക. സഹി ശബ്ദ ചുൻകർ വാക്യ പൂരെ കരെ. दाल सबसे लंबी उंगली है, कनिष्ठा मध्यमा, मध्यमा. दाश को सब लोग अंगूठी से सजाते हैं, ആരെയാണ് അങ്കുട്ടി മോതിരം ഇടുന്ന ഏതിലാണ്? തമ്പിലാണോ ഇൻഡെക്സ് സോറി റിംഗ് ഫിംഗറിലാണോ? റിംഗ് ഫിംഗറിലല്ലേ? അനാമിക, അനാമികാക്കു.
नेक्स्ट, श्री कृष्ण ने सुदर्शन चक्र डैश में ही धारण किया. ശ്രീകൃഷ്ണൻ സുദർശന ചക്രൻ ഏത് പേരിലാണ് ഇട്ടിരുന്നേ? റിംഗ് ഫിംഗറിലാണോ ഇൻഡെക്സ് ഫിംഗറിലാണോ? ഇൻഡെക്സ് ഫിംഗർ. തർജിനി, തർജിനി में है. तर्जिनी. नेक्स्ट, डैश हाथ से टकरा गया. पत्थर, हीरा. पत्थर, पत्थर. पत्थर हाथ से टकरा गया. नेक्स्ट, हिंदी में अर्थ लिखे. राइट इन हिंदी, मीनिंग इन हिंदी. इंडेक्स फिंगर, इंडेक्स फिंगर, तर्जनी. तंब, अंगूठा. रिंग फिंगर, अनामिका. स्मॉल फिंगर, कनिष्ठा. अंग्रेजी में अर्थ लिखिए. हस्ताक्षर, सिग्नेचर. गौरव, प्राइड. गौरव, प्राइड. अधूरी, इनकम्प्लीट. श्रेष्ठ, सुपीरियर. So the lesson is over. You want to write the word meaning, question answer, opposite word, vajan badale, and write meaning in Hindi. This in the notebook. Okay? Notebook and complete the textbook also. Understand? Word meaning, question answer, opposite word, vajan badale, പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6 നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബാക്കി എല്ലാ വർക്കുകളും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. റീഡ് ദ ലെസൺ അഗൈൻ ആൻഡ് അഗൈൻ. പാഠങ്ങൾ കൂടുതൽ വായിച്ചാലേ ഉള്ളൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോൾ മറന്നുപോയാലും പെട്ടെന്ന് കിട്ടുകയുള്ളൂ. സോ റീഡ് ദ ലെസൺസ് മെനി ടൈംസ്. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.